കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ കുമ്പനാട് ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ എനിക്കും ഒരു പങ്കാളിത്തം തന്ന വലിയവനായ ദൈവത്തിനും ബ്രദറൻ സമൂഹത്തിനും എൻ്റെ അകമഴിഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷനും വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ ആരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരിലൂടെ നമുക്ക് കേൾക്കുവാൻ, ഒരുമിച്ച് പാടുവാൻ കർത്താവ് കൃപ തന്നു. വളരെ അടുക്കും ചുട്ടിയോടും കൂടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവർക്ക് പാടുവാനിടയായി തീർന്നു. കഴിഞ്ഞ അനേക നാളുകൾ അവർ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇതിൻ്റെ പിൻപിൽ അധ്വാനിച്ചിട്ടുണ്ട്. സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കുക. തുടർന്നും കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് പാടുവാൻ, പ്രയോജനപ്പെടുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്ന ദൈവകൃപ ധാരാളമായിട്ട് നൽകി സഹായിക്കട്ടെ. എനിക്ക് ശേഷം കർത്താവിൻ്റെ വചനം അറിയിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ്. പലയിടങ്ങളിലും ഞങ്ങൾ പല സമയങ്ങളിലായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഞങ്ങൾക്കിങ്ങനെ ആയിരിക്കാൻ ഇടയായത്. ഒരു വർഷം എനിക്ക് വരാനായിട്ട് സാധിക്കാതിരുന്നപ്പോൾ എനിക്ക് പകരം അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ ഇവിടെ ചെയ്യുവാനും ഇടയായി തീർന്നു. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് മുമ്പാകെ ഒന്നുകൂടെ ഞാൻ അറിയിക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് അവറുകൾ പറഞ്ഞൊരു വാക്ക് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഈ പന്തലിന് അദ്ദേഹം ഒരു പേര് പറയുകയുണ്ടായി. ആവർത്തിച്ചത് പറഞ്ഞു. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ആ പേര് കാണും, വചനകൂടാരം. എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. ചില വർഷങ്ങളായിട്ട് കേവലം നമ്മളൊരു കൺവെൻഷൻ നടത്തുന്നു എന്നുള്ളതിനേക്കാൾ ദൈവദാസന്മാരുടെ ഹൃദയത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഓരോ വിഷയങ്ങളും തിരഞ്ഞെടുത്ത് അത് ക്രമീകൃതമായിട്ട് അത് പഠിക്കുകയും അത് മനസ്സിലാക്കാനായിട്ട്, ഗ്രഹിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുകയും ചെയ്യുന്ന നല്ലൊരു പരിശ്രമം, ഒരു ഉദ്യമം കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കഴിഞ്ഞ അനേക വർഷങ്ങളിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലെ കാതലായ മൂല്യമേറിയ ഉപദേശ സത്യങ്ങൾ ഇവിടെ പഠിക്കുവാൻ, പ്രസംഗിക്കുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ കൃപ ചെയ്തിട്ടുണ്ട്. ഈ വർഷവും അങ്ങനെ എന്താ അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. എടുത്താൽ പൊങ്ങാത്തതെന്ന് പറയണോ, ഇത്ര കട്ടി കൂടിയ ഒരു വിഷയമാണ് ഈ വർഷം ദൈവദാസന്മാർക്ക് വീതിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ നമുക്ക് തുടങ്ങാനായിട്ടിടയായി തീർന്നു. പ്രിയ ദൈവദാസൻ തോംസൺ ബി തോമസ് അങ്കിള് നല്ലൊരു ഇൻട്രൊഡക്ഷൻ അതിനോടുള്ള ബന്ധത്തിൽ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രാർത്ഥന ആവശ്യമാണ് ദൈവത്തിൻ്റെ ദാസന്മാർക്ക്. പ്രത്യേകിച്ച് ദൈവിക മർമ്മങ്ങൾ എന്നുള്ള വിഷയവും മറ്റിതര വിഷയങ്ങളും ദൈവദാസന്മാർ ഇവിടെ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ ലഭിക്കേണ്ടതിന് എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ഇന്ന് ഈ പന്തലിനുള്ളിലും വിദൂരങ്ങളിലിരുന്നും ഒക്കെ ഞങ്ങളെ ശ്രവിക്കുകയും ഞങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് പിന്നെയും അറിയിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ബൈബിൾ സ്കൂളിൽ നിന്ന് BBIയിൽ നിന്ന്
അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോ ഭായ് ലോഗ് BBI से हमारे बीच में है, इधर ऐसा कहा है आप लोगों के लिए थोड़ा थोड़ा हिंदी में या अंग्रेजी में बीच बीच में बोलना चाहिए. मैं कोशिश करूँगा, वायदा नहीं करूँगा, अगर नहीं तो भी ക്ഷമ കീജിയേ. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ അവരും വർദ്ധിച്ചു വരുവാൻ കർത്താവ് ധാരാളം കൃപ നൽകുമാറാകട്ടെ. ദൈവിക ഇടപെടലുകൾ, അതൊരു ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിലെ ഏറ്റവും കട്ടിയുള്ള ഒരു വിഷയമാണ്. ദൈവവചനത്തിൽ ആദിയോടന്തം ഒരുപോലെ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവിക ഇടപെടലുകൾ എന്നുള്ള ഒരു വിഷയം. അങ്ങനെ ഈ ഒരു വിഷയത്തെ അധികരിച്ച് വളരെ പ്രസംഗങ്ങളൊന്നും കേൾക്കാറില്ല. അതിനും പല കാരണങ്ങളുണ്ട്, ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് ഈ വിഷയത്തിന് ഒരു തുടക്കം കുറിക്കാം എന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഒരു രാത്രിയിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ വിഷയം ആധികാരികമായിട്ട് അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിനൊരു മുഖവുര തന്ന് വരുന്ന നാളുകളിൽ, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ തന്ന്, ഒരു ചെറിയ ഒരു രൂപരേഖ തന്ന് വരുന്ന നാളുകളിൽ അത് കൂടുതലായിട്ട് പഠിക്കുവാനും അത് നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ സഭാ ജീവിതങ്ങളിലും നമ്മളുടെ സമൂഹ തലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോഴും അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നമ്മൾ വളരെ ഭയത്തോടുകൂടെ ഭക്തിയോടുകൂടെ ഈ ഒരു വിഷയം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവവചനം നമ്മളെ കൂടുതലായിട്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഗോഡ്സ് ഇൻ്റർവെൻഷൻസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യവധാൻ. ദൈവത്തിൻ്റെ പരമേശ്വർ വ്യവധാൻ, പരമേശ്വർ അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടുന്നത്, എന്തിനാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പോയിന്റുകൾ ഒന്ന് വിശദീകരിച്ച് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ എന്താണ് ദൈവീക ഇടപെടലുകൾ? ഇൻ്റർവെൻഷൻസ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് അത് ഇങ്ങനെയൊന്ന് വിശദീകരിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതവും ശക്തിമത്തായതുമായിട്ടുള്ള ദൈവീക വ്യവഹാരത്തിനാണ് ദൈവീക ഇടപെടലുകൾ എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് പവർഫുൾ ഡീലിംഗ് ഓഫ് ഗാഡ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിക്ക് എത്താത്തതായിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള, ശക്തിമത്തായ, പവർഫുള്ളായിട്ടുള്ള ദൈവീക വ്യവഹാരത്തിനാണ് ദൈവീക ഇടപെടലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എങ്ങനെയാണ് മനുഷ്യരോട് ഇടപെടുന്നത്? അത് പല നിലകളിൽ ദൈവം ഇടപെടുമെന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്ട് 4 പ്രത്യേക തലങ്ങളിലൂടെയാണ് ദൈവം ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അത്ഭുതങ്ങളിലൂടെ, മിറക്കിൾസ്. അത്ഭുതങ്ങളിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യനോട് സംവാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മാർഗനിർദ്ദേശങ്ങളിലൂടെ, വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യന് മാർഗനിർദ്ദേശങ്ങളിലൂടെ മുന്നോട്ടുള്ള പാത എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവം മനുഷ്യനോട് ഇടപെടുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ തലമെന്ന് പറയുന്നത് ദിവ്യ സംരക്ഷണത്തിലൂടെ ദൈവം മനുഷ്യനോട് ഇടപെടുകയാണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഡിവൈൻ പ്രൊട്ടക്ഷനിലൂടെ ദൈവം മനുഷ്യനോട് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നാലാമത്തെ തലമെന്ന് പറയുന്നത് ജഡ്ജ്മെൻ്റ് ആണ്, ന്യായവിധി.
ന്യായവിധിയിലൂടെ ദൈവം മനുഷ്യനോട് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ 4 തലങ്ങളിലൂടെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ താളുകളിലേക്ക് വരുന്നതുവരെ ദൈവം ഈ 4 തലങ്ങളിലൂടെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. ഒന്നാമത്തെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു. ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളത്. വൈ ഗോഡ് ഇന്റർവീൻസ്. ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നു, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് മനുഷ്യനോട് ഇടപെടുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ട് ഇരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഉത്തരമെന്ന് പറയുന്നത് ദൈവമായതുകൊണ്ടാണ് ദൈവം ഇടപെടുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയില്ല. ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദൈവമായതുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളതാണ്. ദൈവമായതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ വിശദീകരണം തന്നെ ആവശ്യമാണ്. ഞാൻ എഴുതി വെച്ചപ്പോൾ ഏതാണ്ട് ദൈവത്തിൻ്റെ 20 പ്രത്യേകതകൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രമേ, പഠിച്ചാൽ മാത്രമേ ദൈവം ഇടപെടാൻ യോഗ്യനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടെ വളരെ പെട്ടെന്ന് ഓരോ വാചകങ്ങളായിട്ട് ഞാനതൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുന്ന് സ്ഥലകാല വ്യവസ്ഥയ്ക്ക് അതീതനായ ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം, മറക്കരുത്, സ്ഥലകാല വ്യവസ്ഥയ്ക്ക് അതീതനായ ദൈവമാണ്. അവ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് അൺകോമ്പൗണ്ടഡ്, ഇൻകോംപ്ലക്സ് ആൻഡ് ഇൻഡിവിസിബിൾ ഗോഡ്. എന്നാലോചിച്ച് നോക്കിയേ, ദൈവം സ്ഥലത്തിനും കാലത്തിനും വ്യവസ്ഥയ്ക്കും അതീതനായിട്ടുള്ള ഒരു ദൈവമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദൈവമല്ല പ്രിയമുള്ളവരെ നമ്മളുടെ ദൈവം, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിതാവായിട്ടുള്ള ദൈവം. ഈ ദൈവത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവം ഏകനാണ്, ഏക സത്യ ദൈവമാണ് നമ്മുടെ ദൈവം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദൈവം അനന്തനായ ദൈവമാണ്, വിത്തൗട്ട് ടെർമിനേഷൻ ആൻഡ് ഫൈനിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അനന്തനായ ദൈവമാണ്. ഒരിക്കലും നമുക്ക് ആ ദൈവത്തെ ഒന്നിനാലും ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് ഇടപെട്ടേ മതിയാകുകയുള്ളൂ, ദൈവത്തിന് ഇൻ്റർവീൻ ചെയ്തേ മതിയാകുകയുള്ളൂ. പലപ്പോഴും ഒരുപക്ഷെങ്കിൽ നമ്മളുടെ മസ്തിഷ്കത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും, ദൈവം എന്തിന് ഇടപെടുന്നു, ദൈവം ഇടപെടേണ്ട ആവശ്യമുണ്ടോ, ദൈവം മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചിട്ട് അങ്ങ് സ്വതന്ത്രനായിട്ട് അങ്ങ് വിട്ടാൽ പോരായിരുന്നോ, ദൈവം ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ചേക്കാം. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ദൈവം ഇടപെട്ടേ മതിയാകുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും. അടുത്തത്, ദൈവം എന്ന് പറയുന്നത് ദൈവം അനന്യനായ ദൈവമാണ്. അതായത് മാറ്റമില്ലാത്ത ദൈവമാണ്. മനുഷ്യൻ അനന്യനല്ല, മനുഷ്യൻ മാറ്റമില്ലാത്തവനല്ല, മാറ്റമുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആ പ്രത്യേകത ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺചേഞ്ചിങ് ഗോഡ് അല്ലെങ്കിൽ അൺചേഞ്ചബിൾ, ഇത് രണ്ടും ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്, ഓംനിപ്രസന്റ്. നമ്മുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. ഗോഡ് ഈസ് എവ്രിവെയർ, നോട്ട് എവറിത്തിങ്. അത് പാന്തയിസമാണ്, അത് ദുരുപദേശത്തിലേക്ക് വരും. നമ്മുടെ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇടപെട്ടേ മതിയാകുകയുള്ളൂ. ദൈവം ഒരിടത്ത് ഒതുക്കി നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ, ദൈവത്തെ ഒരിടത്ത് നമുക്ക് ഒതുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ദൈവത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം സർവ്വവ്യാപിയായതുകൊണ്ട് ദൈവം ഇടപെട്ടേ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ദൈവം പരമോന്നതനാണ്, ദൈവം മഹോന്നതനായ ദൈവമാണ്, ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്, ദൈവം സർവശക്തനായ ദൈവമാണ്, ദൈവം നീതിമാനായ ദൈവമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം സത്യവാനാണ്, ദൈവം സ്വതന്ത്രനാണ്, പരിശുദ്ധനായ ദൈവമാണ്. അടുത്തത്, ദൈവസഭയോടുള്ള ബന്ധത്തിലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12:29 നമുക്കറിയാം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന
അഗ്നിയല്ലോ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവം ഇൻ്റർവീൻ ചെയ്യും. ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ദൈവം സൃഷ്ടാവാണ്, അമർത്യനാണ്, അദൃശ്യനാണ്, അപരിചയനാണ്, അവിടുന്ന് നിത്യവെളിച്ചമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ്. മനുഷ്യൻ്റെ ഈ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തെ എത്ര മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാലും അത് പിന്നെയും മർമ്മമായിട്ട് പിന്നെയും അത് ശേഷിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, തൻ്റെ ഏകജാതനായ പുത്രൻ, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഇനി അതല്ല നമ്മുടെ പ്രത്യാശ. പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മളുടെ പ്രത്യാശയുടെ ആ അനന്തമായ പ്രത്യാശയുടെ ഒരു ആ കിരണങ്ങൾ നമ്മളിലേക്ക് പതിക്കുന്നത് ഒരു വാക്യത്തിലൂടെ, അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും, അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ ഇത്രമാത്രം അടുത്തറിഞ്ഞ, ദൈവം നമ്മളെ അറിഞ്ഞ ഒരു ജനമാക്കി ദൈവം നമ്മളെ തീർത്തല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ആ ഭാഗം അവിടെ വിട്ടിട്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. അപ്പോൾ ദൈവം ആരാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ, പഠിച്ചു കഴിയുമ്പോൾ, ദൈവം ഇടപെടാൻ യോഗ്യനാണ്, ദൈവം ഇടപെട്ടേ മതിയാകൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവജനത്തിൻ്റെ ഉള്ളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആവർത്തിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ദൈവം ഇടപെടുന്ന ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടിരിക്കും. ദൈവം എന്നോടും നിങ്ങളോടും ഇടപെടുന്നില്ല എങ്കിൽ ആ ബന്ധത്തിന് എവിടെയോ ഒരു ഉലച്ചിൽ തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബന്ധം ശരിയായ ബന്ധം അല്ല എന്നുള്ളത് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇനിയും ദൈവം ഇടപെടുന്ന 3 വിഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അത് 3 വിഭാഗമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മളുടെ പഠനാർത്ഥം അതിനെ ഞാൻ 3 ഒന്ന് തരംതിരിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഭൂമിയിലുള്ള കാര്യങ്ങൾ. ഭൂമിയിലുള്ളതുമായിട്ട് ദൈവം ഇടപെടും, യാതൊരു സംശയവുമില്ല. ഈ ഭൂമിയിലുള്ളതുമായിട്ട് ദൈവം ഇടപെട്ടേ മതിയാകുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വചനം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനാലും അവൻ മുഖാന്തരം അവൻ മൂലം സകലവും ഉളവായി എന്നുള്ളതാണ്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആഴിയെയും ഊഴിയെയും ആകാശത്തെയും ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഉളവാക്കിയ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ളതിനെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള കാര്യങ്ങളെ ദൈവം ഇടപെടാതിരിക്കാൻ തരമില്ല. ദൈവത്തിന് ഇടപെട്ടേ മതിയാകുള്ളൂ. ഇനിയും ഭൂമിക്ക് മുകളിലുള്ള കാര്യങ്ങൾ, അതും ദൈവം ഇടപെടും. അതും ദൈവത്താൽ ഉളവായത് തന്നെയാണ്. സർവചരാചരങ്ങളെയും താരങ്ങളെയും അല്ലെങ്കിൽ സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളെ എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവയെല്ലാം ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ളതുമായിട്ട് ദൈവം ഇടപെടും, യാതൊരു സംശയവുമില്ല. ഭൂമിക്ക് മുകളിലുള്ള എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഭൂമിക്ക് മുകളിലോ ഭൂമിക്ക് ചുറ്റുമുള്ളതോ, അല്ലെങ്കിൽ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, അല്ലെങ്കിൽ ഈ കാണുന്ന അനന്തവികായുസിലെ എല്ലാ കാര്യങ്ങളുമായിട്ടും ദൈവം ഇടപെടും. ദൈവത്തിന് ഇടപെട്ടേ മതിയാകുള്ളൂ. ഇതെല്ലാം ദൈവവചനം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഓരോ പേജുകളും നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ഭൂമിയിലുള്ളത്, ഭൂമിക്ക് മുകളിലുള്ളത്, ഇനിയും ഭൂമിക്ക് കീഴെയുള്ളതും ദൈവം ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ ആ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ യുഗപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വകതിരിച്ച് ക്രമീകൃതമായിട്ട് പഠിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിലുള്ളത് മാത്രമല്ല, ഭൂമിയുടെ മുകളിലുള്ളതും ഭൂമിക്ക് കീഴെയുള്ളതും എല്ലാ കാര്യങ്ങളും, ഈ ത്രിലോകങ്ങളിലുള്ള എല്ലാ സർവ്വകാര്യങ്ങളോടുള്ള ബന്ധത്തിലും ദൈവം ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ഭാഗങ്ങളെല്ലാം വിട്ടിട്ട് ഞാൻ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
അതിൽ 3 തലങ്ങളാണ് ഞാൻ അതിലും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ദൈവം സർവ മാനവജാതിയോടും ഇടപെടുന്ന ഒരു ദൈവമാണ്. അത് അല്പമൊന്ന് വിശദീകരിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. എന്താണ് ദൈവം മാനവജാതിയോട് ഇടപെടുമെന്ന് പറയാൻ കാരണം? ദൈവം മനുഷ്യവർഗത്തോട് ഇടപെടും എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും പ്രിയ അലക്സ് ചാനും പ്രിയ സഹോദരനും ഒക്കെ ബൈബിളിലൂടെ വായിക്കാനൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്കും വായിക്കാനൂടെ ഒരവസരം കൊടുക്കണമല്ലോ. അതുകൊണ്ട് 2 വാക്യങ്ങൾ, 2 വേദഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനോട് ഇടപെടുന്നു അതൊന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട് യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എന്തുകൊണ്ട് ദൈവം മനുഷ്യനോട് ഇടപെടുന്നു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ദൈവം കൽപ്പിക്കുകയാണ്, ദൈവം അരുളി ചെയ്യുകയാണ്. അവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒന്ന്, ഞാൻ വിളിച്ച ആളുകൾ, ഞാൻ വിളിച്ച് വേർതിരിച്ച എൻ്റെ ആളുകൾ. അത് രണ്ടാമതായിട്ട് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിളിച്ച ആൾ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പ്രവാചകൻ പറയുന്ന ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ വാചകത്തിൽ 3 കാര്യങ്ങളാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകൾ എന്തൊക്കെയാണ്? 1, സൃഷ്ടിച്ചു. 2, നിർമ്മിച്ചു. 3, ഉണ്ടാക്കി. 3 വാക്കുകളും മനുഷ്യനോടുള്ള ബന്ധത്തിലുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന, ക്രിയേറ്റഡ്, ഫോംഡ് ആൻഡ് മെയ്ഡ്. ദൈവം സൃഷ്ടിച്ചു ഔട്ട് ഓഫ് നത്തിങ്. ദൈവം ഫോം ചെയ്തു, നിർമ്മിച്ചു ഔട്ട് ഓഫ് സംതിങ്. മെയ്ഡ്, ഉണ്ടാക്കി, ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ്. ഈ 3 കാര്യങ്ങൾ അവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം മനുഷ്യനോട് ഇടപെട്ടേ മതിയാകുകയുള്ളൂ. ഇനിയും ആ വാക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഫോർ മൈ ഗ്ലോറി. എൻ്റെ മഹത്വത്തിനായിട്ടാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതും നിർമ്മിച്ചതും ഉണ്ടാക്കിയും ഇരിക്കുന്നത്. ഫോർ എ സ്പെഷ്യൽ ഡെഫിനിറ്റ് പർപ്പസ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധൂകരിക്കുന്നില്ല എങ്കിൽ ദൈവം തീർച്ചയായിട്ടും മനുഷ്യനോട് ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് തെളിവെന്തെങ്കിലും ബൈബിളിലുണ്ടോ? ഉണ്ടെന്നേ. ദൈവവചനത്തിൽ ആവശ്യം പോലെ തെളിവുകൾ അതിനുണ്ട്. ഇന്ന് രാവിലെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനത്തിൽ ഞാനൊരു ചെറിയ ഒരു ഔട്ട്ലൈൻ ഞാനൊന്ന് പറയുകയുണ്ടായി. റോമാലേഖനം 1-ാം അധ്യായത്തിലെ കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. റോമാലേഖനത്തിലെ ചില വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ചില വാക്യങ്ങളാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ചില വാക്യങ്ങളാണ്. ആ 18-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നോക്കി, അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും മനുഷ്യരോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യൻ്റെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി വെളിപ്പെടും, യാതൊരു സംശയവുമില്ല. എന്താ കാരണം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും ആ ഒരു ഒറ്റ വാചകത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും.
നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് ഞാൻ വരുമെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം എന്ത് ചെയ്താലും, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. ദൈവം ഇടപെടും. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം ഇൻ്റർവീൻ ചെയ്യും, ദൈവം ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി നോക്കിക്കേ, ആ തുടർന്നുള്ള വാക്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാനൊന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ. 16-ാമത്തെ വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ തുടരുകയാണ്. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ഒരിക്കലും പ്രതിവാദം പറഞ്ഞ് ദൈവത്തെ തോൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവമില്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്ന ഇങ്ങനെയാണ്, ദൈവം ഇല്ല എന്ന് ഒന്ന് പറഞ്ഞേ. മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവം ഇല്ല എന്ന് പറയണമെങ്കിൽ അവൻ മൂഢനാവണം. എങ്ങനെ അവൻ മൂഢനായി തീർന്നു? തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. 21-ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. എങ്ങനെ അറിഞ്ഞിട്ടും? ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ അവൻ മനസ്സിലാക്കിയിട്ടും, ഈ സൃഷ്ടിയിലേക്ക് നോക്കി ദൈവത്തെ അവൻ അറിഞ്ഞിട്ടും, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹുദ്ധീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ ആരായി തീർന്നു? വ്യർത്ഥരായി തീർന്നു. തങ്ങളുടെ നിരൂപണങ്ങളിൽ ദൈവം മനുഷ്യൻ ഇച്ഛ, വികാരം, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ബുദ്ധി, വൈഭവം ഇതെല്ലാം കൊടുത്താണ് അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ്റെ ആ ബുദ്ധി വൈഭവം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ സ്വതന്ത്രമായ അവൻ്റെ ഇച്ഛ കൊണ്ട്, തീരുമാനങ്ങൾ കൊണ്ട് അവൻ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹുദ്ധീകരിക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരായി തീർന്നു? മൂഢരായി പോയി. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? മനുഷ്യൻ എങ്ങനെ മൂഢരായി തീർന്നു? മനുഷ്യൻ എങ്ങനെ ആ അന്ധതയിലായി തീർന്നു? എങ്ങനെ പിശാചിൻ്റെ പിടിയിൽ അമർന്നു? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കിയേ മതിയാകെയുള്ളൂ. ഈ പന്തലിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ഈ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹുദ്ധീകരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഈ ദൈവത്തെ നമുക്കറിയുവാൻ, ഈ ദൈവത്തെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇനിയും തീർന്നില്ല, തുടരുകയാണ്. അതും വായിക്കാതെ നിവർത്തിയില്ല. 22-ാമത്തെ വാക്യം പിന്നെയും പറയുന്നു, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, നമ്മളുടെ ദൈവം ക്ഷയമില്ലാത്ത ദൈവമാണ്, അക്ഷയനായ ദൈവമാണ്. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ജ്ഞാനികളായ മനുഷ്യർ എങ്ങനെ മൂഢരായി തീർന്നു എന്ന് ചിന്തിക്കുകയാണ്. എങ്ങനെ ദൈവം ഇടപെടാതിരിക്കും? എങ്ങനെ ദൈവം മാനവജാതിയോട് ഇടപെടാതിരിക്കും? ഇനിയും ഒരു വാക്യം കൂടെ അതിലുണ്ട്. 25-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ സത്യം എന്താ? ദൈവത്തിൻ്റെ സത്യം ദൈവത്തിൻ്റെ വചനം, സത്യവേദ പുസ്തകം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ സത്യവേദ പുസ്തകത്തിൻ്റെ ആ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ നാളുകളിൽ ഈ ദൈവവചനത്തെ എത്രയോ മനുഷ്യർ വേണ്ട എന്ന് വെച്ച് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നും മുന്നോട്ട് പോകുന്നു. ദൈവജനത്തിൻ്റെ മധ്യേ ഒരു സാക്ഷ്യം പറയട്ടെ പ്രിയമുള്ളവരെ. ഒരു നാളിൽ ദൈവമില്ല എന്ന് പറഞ്ഞ്
പറഞ്ഞ് ഈ ദൈവവചനവുമായിട്ട് ആരൊക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ അവരെയെല്ലാം ആ ബൈബിൾ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ച് അത് വലിച്ചെറിഞ്ഞ് അവരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ പ്രിയമുള്ളവരെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവം എന്നെയും വിളിച്ച് ഈ ദൈവവചനത്തിൻ്റെ ഒരു വക്താവായി അത് പറയുന്ന ഒരു മനുഷ്യനാക്കി എന്നെ തീർത്തു എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റെന്താ പ്രിയമുള്ളവരെ? ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ഒന്ന് മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ സത്യവചനം യഥാർത്ഥമായിട്ട് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന ഈ ദൈവത്തിൻ്റെ വചനം, നമ്മളിൽ ക്രിയ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം. ഈ കഴിഞ്ഞ നാളുകളിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുകയാണല്ലോ പ്രിയമുള്ളവരെ. ആർക്കും അവരോട് ഒരു ദേഷ്യവും തോന്നണ്ട. ഞാനിങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. അവരുടെ മുഖങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ ഈ ദൈവവചനം എടുക്കും പ്രിയമുള്ളവരെ, യാതൊരു സംശയവുമില്ല. ഈ ദൈവവചനത്തിൽ നിന്നും അവർ പ്രസംഗിക്കും, അവർ നസറായനായ യേശുവിനെ പ്രസംഗിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ദൈവത്തിൻ്റെ വചനം, നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ ബൈബിൾ ദൈവത്തിൻ്റെ വചനം, അത് സത്യവചനമാണ് പ്രിയമുള്ളവരെ. അതിന് യാതൊരു മാറ്റവുമില്ല, അത് പ്രവർത്തിക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സത്യം വ്യാജമാക്കി മാറ്റരുതേ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ പ്രസ്താവിക്കുന്ന ഈ സത്യവചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഞാൻ സത്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ. വായിച്ച 25-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, സൃഷ്ടിയാണോ വലുത്, സൃഷ്ടാവാണോ വലുത്? സൃഷ്ടിയിൽ നിന്നും സൃഷ്ടാവിലേക്ക് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സൃഷ്ടാവിനെ ആരാധിക്കണം, സൃഷ്ടികർത്താവിനെ ആരാധിക്കണം, സത്യദൈവത്തെ ആരാധിക്കണം. പ്രപഞ്ചത്തെ വിട്ട്, സൃഷ്ടിയെ വിട്ട്, മാനുഷിക കൈവേലകളെ വിട്ട് സത്യദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ എങ്ങനെ സത്യദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സത്യദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ദൈവം എന്തുകൊണ്ട് മനുഷ്യനോട് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി. എന്തിനു വേണ്ടി? എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, എന്നെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന് മനുഷ്യനോട് സല്ലപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനോട് ഇടപെടുന്നതിന് വേണ്ടി, അവനോട് ഒത്തുവസിക്കുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനോട് ഇടപെട്ടേ മതിയാകുള്ളൂ. 2-ാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഇനിയൊന്ന് തിരിക്കാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ആ 2 ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ദൈവമാണ്. സർവ്വമാനവജാതിയോടും ദൈവം ഇടപെടുന്നു. ഇന്ന് 2 വിഭാഗങ്ങളിലാണ് ദൈവം ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, God is intervene with Israelites or Jewish people. ദൈവം യഹൂദന്മാരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ദൈവം യഹൂദനോട് ഇടപെടുന്നത്? ദൈവം എന്തിന് യഹൂദനോട് ഇടപെടുന്നു? എന്തിന് ദൈവം യഹൂദനോട് സംസാരിക്കുന്നു? ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ എന്തിന് ദൈവം നിയന്ത്രിക്കുന്നു? കാരണമുണ്ട് പ്രിയമുള്ളവരെ, കാരണമുണ്ട്. ദൈവവചനത്തിൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. എന്നാൽ എൻ്റെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ദൈവദാസന്മാർ അല്പമെങ്കിലും വിശദീകരിക്കാതിരിക്കുവാൻ തരമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്നും എടുത്ത് പറയുമ്പോഴും നമുക്കത് അല്പമായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഒരു 3 കാരണങ്ങൾ ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ കാരണമെന്ന് പറയുന്നത്, ദൈവം തെരഞ്ഞെടുത്ത
ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ജനതയാണ് ഇസ്രായേൽ ജനം. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമാണ്, ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ഇടപെട്ടേ മതിയാകെയുള്ളൂ. അബ്രഹാം മുതൽ അതിന് വേണമെങ്കിൽ അതിനു മുമ്പേ തന്നെ നമുക്ക് ചിന്തിക്കാം, ഹീബ്രു പീപ്പിൾ, ജൂവിഷ് പീപ്പിൾ, അല്ലെങ്കിൽ അവരെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത്. എന്തിനാ തെരഞ്ഞെടുത്തത്? അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് ദൈവത്തിൻ്റെ സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പെട്ട കാര്യമാണ്. ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക ജനതയാണ്. അവർ ദൈവപുത്രനെ തള്ളിയെങ്കിലും, മശിഹായെ അവർ ക്രൂശിച്ചു കൊന്നെങ്കിലും, ഇന്നും ദൈവം അവനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവനുമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ലോകത്തിൻ്റെ എല്ലാ ശക്തികളെയും ദൈവം നിയന്ത്രിക്കുന്നത് ഈ ഇസ്രായേൽ എന്ന ഒരു കൊച്ചു രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. അതിനനേക കാരണങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദൈവം അതുകൊണ്ട് ഈ ഇസ്രായേലുമായിട്ട് ദൈവത്തിന് ഇടപെട്ടേ മതിയാകുകയുള്ളൂ. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ജനതയാണ് ഇസ്രായേൽ മക്കൾ. ഇനിയും അടുത്ത ചോദ്യം നമുക്കൊന്ന് ചോദിക്കാം. ഈ ദൈവം തെരഞ്ഞെടുത്ത ഈ ദൈവത്തിൻ്റെ ജനതയോട് ദൈവം ഇടപെടേണ്ടതിൻ്റെ ആവശ്യമെന്താ? ദൈവം ഇടപെടേണ്ടതിൻ്റെ ആവശ്യമെന്താ? ആവശ്യമുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ചില വാക്യങ്ങളൊക്കെ വായിക്കണമെങ്കിലും ഞാനിപ്പോൾ അതിലേക്ക് മുതിരുന്നില്ല. ലൂക്കോസിൻ്റെ വിശേഷം 20:26 പഴയ നിയമത്തിൽ നിന്നുള്ള അനേക വാക്യങ്ങൾ വെച്ചൊക്കെ ഒരു പോയിന്റ് നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മറക്കരുതേ, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത്, ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്, ഒരു പ്രത്യേക ജനതയെ തെരഞ്ഞെടുത്തത്, ദൈവം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നത്, ദൈവം കനാൻ ദേശം ഇസ്രായേലിന് കൊടുത്തത്, ദൈവത്തെ അവർ അറിഞ്ഞിട്ടും ദൈവത്തോട് അവർ അടുത്ത് ഇടപെട്ടിട്ടും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുതെന്ന് ആവർത്തിച്ച് അവരോട് ഉണർത്തിച്ചു പറഞ്ഞെങ്കിലും അവർ അത് അനുസരിക്കാഞ്ഞതുകൊണ്ട് ദൈവം പലതവണ അവരെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് പോലും ഇല്ലായ്മ ചെയ്യത്തക്ക നിലയിൽ, അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യത്തക്ക നിലയിൽ ദൈവം അവരോട് ഇടപെട്ടെങ്കിൽ അതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് ദൈവം അവരെ തെരഞ്ഞെടുത്തതിൻ്റെ കാരണമാണ്. ദൈവം അവരെ തെരഞ്ഞെടുത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ നീതിയും അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എവിടെയൊക്കെ ഇസ്രായേൽ ജനം അതിൽ പരാജയപ്പെട്ടോ അവിടെയെല്ലാം ദൈവം അവരോട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ദൈവം അവരോട് ഇടപെട്ടതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരെ ന്യായം വിധിക്കുകയും അവരെ വഴി നടത്തുകയും അനേക അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവം അവരോട് ഇടപെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ കുറിച്ച് വെച്ചപ്പോൾ ഏതാണ്ട് 25ഓളം പ്രാവശ്യം ദൈവം അവരെ ന്യായവിധി എന്നുള്ള ആ ഒരു വിഷയത്തിൽ തന്നെ അവരോട് അതാത് സമയങ്ങളിൽ തക്ക സമയത്ത് ദൈവം അവരോട് ഇടപെട്ടു എന്നുള്ളതാണ്. ഇനി അവരെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം ഈ ഭൂമിയിലുള്ളതും ഭൂമിക്ക് കീഴെയുള്ളതും ഭൂമിക്ക് മുകളിലുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ദൈവം ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അക്കമിട്ട് വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അവരെ തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യൂദയുടെ ലേഖനം 6-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അനുസരണക്കേട് കാണിച്ച ആദാം ഹവ്വ ദമ്പതിമാരോട് ദൈവം ഉടൻ തന്നെ ഇടപെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം, ദൈവത്തിന് ഒന്ന് ക്ഷമിച്ചൂടായിരുന്നോ? ഇത്ര പെട്ടെന്ന് ദൈവം അവരോട് ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ കോപത്തിൽ അവരെ പുറത്താക്കി കളയുന്നതിൽ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ആർദ്ര കരുണയും ദൈവത്തിൻ്റെ മഹാസ്നേഹവും മുഖാന്തരമാണ് ദൈവം എത്രയും പെട്ടെന്ന് അവിടെ ഇടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താ അതിൻ്റെ കാരണം?
അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് തിന്ന് അവൻ എന്നേക്കും ജീവിക്കാൻ സംഗതി വരരുത്. അവൻ പാപത്തിൽ എന്നേക്കും തുടരാനായിട്ട് സംഗതി വരരുത് എന്ന് പറഞ്ഞാണ് ദൈവം അവിടെ ഇടപെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ ന്യായവിധിയായിരുന്നു, അതുതന്നെയാണ്. എങ്കിലും ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയും ദൈവത്തിൻ്റെ ഒരു കരുതലുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് ഇടപെട്ടേ മതിയാകൂ പ്രിയമുള്ളവരെ. പാപം പെരുകിയപ്പോൾ ദൈവം ജലപ്രളയം അയച്ചു. അശുദ്ധി വർദ്ധിച്ചപ്പോൾ ദൈവം സോദോം ഗോമോറയെ ദൈവം ന്യായം വിധിച്ചു. പ്രിയമുള്ളവരെ, അബ്രഹാം എത്രയോ പ്രാവശ്യം ഈ സൊദോം ഗോമോറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലോത്തിന് വേണ്ടി താൻ അപേക്ഷയും അഭയാചനയും കഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെങ്കിൽ ആ സൊദോം ഗോമോറ രക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം അബ്രഹാമിന് ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. എങ്കിലും ഒരു വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്ന, ഉൽപ്പത്തി 19 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം അബ്രഹാമിനെ ഓർത്ത്, ആ വാക്ക് ശ്രദ്ധിച്ചോണേ, ദൈവം അബ്രഹാമിനെ ഓർത്ത്. അബ്രഹാം ഒരിക്കലും സോദോം ഗോമോറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ സോദോം ഗോമോറയായിരുന്നു എന്ന അത് തൻ്റെ ലക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? താൻ ഒരിക്കലും ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുമില്ല. പക്ഷെങ്കിൽ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാ, ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ അവിടെ നിന്നും വിടുവിച്ചു എന്നാണ്. തൻ്റെ ഹൃദയത്തിൻ്റെ ഉൾപ്പൂവുകളെ ആരായുന്ന ഒരു ദൈവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം. അപ്പോൾ ദൈവം ഇടപെടുമ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ദൈവം ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇസ്രായേല്യരെ പിന്തുടർന്ന മിസ്രയീമ്യരെ ദൈവം ചെങ്കടലിൽ തള്ളിയിട്ടു. ഇസ്രായേല്യരെ പീഡിപ്പിച്ചപ്പോൾ 10 ബാധകൾ അയച്ച് മിസ്രയീമ്യരോട് ദൈവം ന്യായവിധി അവരിലേക്ക് ദൈവം ന്യായവിധി ഇറക്കി വിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അഗ്നി കത്തിച്ച നാദാബിനെയും അബീഹൂവിനെയും ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു. ദൈവത്തോട് പിറുപിറുത്ത ഇസ്രായേല്യർക്ക് മഹാബാധയച്ചു എന്ന് വായിക്കുന്നുണ്ട്. മോശയോട് പിറുപിറുത്ത മിരിയാം കുഷ്ഠരോഗിണിയായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. ദൈവത്തോട് പിറുപിറുത്തതിനാൽ കനാനിൽ പ്രവേശിക്കാതെ മുതിർന്നവരെല്ലാം നശിച്ചു പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. കോരഹ്, ദാഥാൻ, അബീരാം അവരെല്ലാം ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തിൻ്റെ ദാസന്മാരോട് മത്സരിച്ചു. ഭൂമി വാവിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകളായിരുന്നു. ദൈവം തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുത്ത് ആക്കിവെച്ച ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ നീതിയും വെളിപ്പെടുത്തുവാൻ ദൈവം ആക്കിവെച്ച ദൈവത്തിൻ്റെ ജനതയായതുകൊണ്ട് ദൈവത്തിന് ഇടപെട്ടേ മതിയാകുകയുള്ളൂ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ആയതുകൊണ്ട് അത് ഇസ്രായേൽ ജനം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചപ്പോൾ അഗ്നി സർപ്പങ്ങളെ അയച്ച്, എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ന്യായവിധി ഇതെല്ലാം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാനും നിങ്ങളും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാലല്ല, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ് ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും പ്രതിഫലിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനമാണ്. ചിന്തിച്ചു നോക്കുക, ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ്? പിറുപിറുത്തതിന് ഇസ്രായേൽ ജനം ബാധയാൽ മരിച്ചു. ഒന്ന് പിറുപിറുത്തപ്പോൾ ദൈവം അവരോട് ഇടപെടുകയാണ്. പെട്ടകത്തിൽ നോക്കിയതിന് ബേത്ശേമേശ്യർ എത്രയോ പേരാണ് ഒരു ദിവസം കൊല്ലപ്പെട്ടത് പ്രിയമുള്ളവരെ. പെട്ടകമൊന്ന് തൊട്ടതിന് ഉസ്സ കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിശയെ പരിഹസിച്ച 40 ബാലന്മാരെ കരടി കീറിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഊരിയാവിനോട് ചെയ്ത ദ്രോഹം കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ദാവീദ് ജനത്തെ എണ്ണി 70,000 പേർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കളവ് പറഞ്ഞ് വാങ്ങിയ അല്ലെങ്കിൽ ഗേഹസി ദാനം വാങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ കുഷ്ഠരോഗിയായി തീർന്നു. ഏലിശയെ പിടിക്കാൻ വന്ന അരാമ്യ സൈന്യം അന്ധത പിടിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. അരുളപ്പാട് വിശ്വസിക്കാഞ്ഞ അകമ്പടി നായകനെ ജനം ചവിട്ടിക്കൊന്നതായിട്ട് വായിക്കുന്നു. ധൂപം കാട്ടിയ ഉസ്സിയാവ് കുഷ്ഠരോഗിയായി തീർന്നു എന്ന് വായിക്കുന്നു. യെരുശലേമിനെ വളഞ്ഞ 1,85,000 പേരെ ഒരു ദൂതൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തെല്ലാം
എന്തെല്ലാം കാര്യങ്ങൾ. വിഗ്രഹാരാധന, കൊലപാതകം, യഹോരാം കുടൽ പുറത്തു ചാടി മരിച്ചതായിട്ട് വായിക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിൻ്റെ താളുകളിൽ യഹൂദന്മാരോട് ദൈവം ഇടപെട്ട, പ്രത്യേകിച്ച് അവരെ കരുതിയതിനും അവരെ സംരക്ഷിച്ചതിനും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ ഇറങ്ങി വന്ന ആ ചരിത്രത്തിൻ്റെ താളുകൾ എത്രയോ ഉണ്ട് പ്രിയമുള്ളവരെ. അതെല്ലാം എന്തിനാ ഈ സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? എന്തിനാ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും അഥവാ ദൈവസഭയുടെ ബുദ്ധി ഉപദേശത്തിനാണ് പ്രിയമുള്ളവരെ, നമ്മളുടെ സ്ഥിരീകരണത്തിനാണ്, നമ്മൾ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്, നമ്മളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം എന്തിന് തെരഞ്ഞെടുത്തു? ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതി ആയതുകൊണ്ട് ദൈവം ഇടപെടുന്നു. 2, ദൈവത്തിൻ്റെ ആ നീതിയും വിശുദ്ധിയും പ്രതിഫലിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തതായതുകൊണ്ട് ദൈവം അവരോട് ഇടപെട്ടേ മതിയാകുകയുള്ളൂ. 3-ാമത്തെ കാരണം എന്തുകൊണ്ട് ദൈവം യഹൂദ ജനത്തോട് ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിലൂടെ ദൈവത്തിൻ്റെ രക്ഷയെ ലോകം മുഴുവനും എത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിച്ച് പറയാം. ഇസ്രായേലിലൂടെ, യഹൂദ ജനതയിലൂടെ ലോകം മുഴുവൻ രക്ഷ കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. രക്ഷ അവരിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് പൗലോസും പത്രോസും ഫിലിപ്പോസും ഇവരെല്ലാം സുവിശേഷം പറയുമ്പോൾ അവരാദ്യം യഹൂദന്മാരോട്, പൗലോസിൻ്റെ 1, 2, 3 മിഷണറി യാത്രകൾ പോരാ, റോമൻ യാത്രയിലും എവിടെയൊക്കെ താൻ ചെല്ലുന്നോ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എവിടെ സിനഗോഗുണ്ടോ, എവിടെ ഒരു പള്ളിയുണ്ടോ അവിടെ ആദ്യം ചെന്ന് അവരോട് സുവിശേഷം പറയണം. എന്തിനാ അവരത് ചെയ്തത്? നമ്മുടെ കർത്താവ് ചെയ്ത മാതൃകയാണ്. ആദ്യം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം അങ്ങനെയാ വായിക്കുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. ഇത് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ ഇന്നും ഈ ഭൂമിയുടെ പരപ്പിൽ അല്പമാണെങ്കിലും വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജീവനുള്ള സത്യദൈവമുണ്ടെന്നും ആ ദൈവം രക്ഷിക്കുന്നവനാണെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെയാണെന്നേ. നമ്മളൊക്കെ ചിന്തിക്കും, ഈ ലോകം മൊത്തം ഒന്നിച്ച് നിന്നാൽ ഈ ഇസ്രായേലിനെ നിഷ്കരുണം ഈ ഭൂമിയിൽ നിന്ന് മാറ്റാമെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വന്നേക്കാം. പറ്റത്തില്ല പ്രിയമുള്ളവരെ, പറ്റത്തില്ല. അതിന് കാരണമുണ്ടെന്നേ. ഈ ദൈവത്തിൻ്റെ വചനം സത്യമാണെങ്കിൽ അവരെ ദൈവം നിലനിർത്തും. ഇനിയും ദൈവം അവരോട് ഇടപെടാനായിട്ട് പോവുകയാ. ദൈവം അവരോട് ഇടപെടണമെങ്കിൽ ഒരു കാര്യം നടന്നേ പറ്റുകയുള്ളൂ. ദൈവം അവരോട് വളരെ കഠിനമായിട്ട്, ക്രൂരമായിട്ട് ഇടപെടാനായിട്ട് പോവുക. എങ്ങനെയാണ് ഇടപെടുന്നതെന്നറിയാമോ? എപ്പോഴാണ് ഇടപെടുന്നതെന്നറിയാമോ? തൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. തൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം യഹൂദനോട് ഇനി കാര്യമായിട്ട് ഇടപെടുകയുള്ളൂ. 3-ാമത്തെ ഭാഗത്തേക്ക്, ഒടുവിലത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ദൈവം ഇടപെടുന്ന 3-ാമത്തെ രംഗം എന്ന് പറയുന്നത്, 3-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിൻ്റെ സഭയാണ്. ഇനിയും ദൈവത്തിൻ്റെ സഭയോട് ദൈവം ഇടപെടുമോ? ദൈവത്തിൻ്റെ സഭയോട് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇടപെട്ടതുപോലെ തൻ്റെ ജനത്തോട് ദൈവം ഇടപെടാൻ സാധ്യതയുണ്ടോ? ദൈവം ഇടപെടുമോ? നമ്മളൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. എൻ്റെ സമയം തീരാറായി, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ബാക്കി പറ. ഇനി ഒരു ശിക്ഷാവധി എന്നല്ല നമ്മൾ പറയുന്നത്. എങ്ങനെയാണെന്നറിയാം? ആ ഓയ്ക്കൊക്കെ ഒരു നീട്ടമുണ്ട്. ഒരു ശിക്ഷാവധിയുമില്ല. അങ്ങനെ പറയുന്നത് അങ്ങ് നിർത്തണേ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവധിയുമില്ലെന്നാ. അതുകൊണ്ട് ദൈവവചനത്തിലെ പ്രമാണങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒരു വാക്യം കൂടെ അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വാക്യം കൂടെ ഞാനൊന്ന് തന്നുകൊള്ളാം. റോമാലേഖനം 9-ാം അധ്യായം
അതിൻ്റെ 22, 23 വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാ വായിക്കുക. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നു മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? എനിക്ക് വിശദീകരിക്കണമെന്നുണ്ട്. തൻ്റെ കോപം കാണിപ്പാൻ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിലാക്കിയിട്ടുണ്ടെന്നേ. ദൈവം ശിക്ഷ വിധിക്കുന്നവനാണ്. ദൈവം ന്യായമായിട്ട് വിധിക്കുന്നവനാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ. എന്തിനാണ് ദൈവം ദൈവസഭയെ അല്ലെങ്കിൽ ദൈവസഭയോട് ഇടപെടുന്നത്? 3 കാരണങ്ങൾ. 1, ദൈവപുത്രൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവപുത്രൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. 2, നമ്മൾ പിതാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ദൈവം ഇടപെടുന്നത്. 3-ാമത്തെ കാരണം, നമ്മൾ കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളായതുകൊണ്ടാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ സഭ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. കെട്ടിയടച്ച തോട്ടമാണ്, അടച്ചിരിക്കുന്ന നീരുറവയാണ്, അത് മുദ്രയിട്ട കിണറാണ്. യാതൊരു സംശയവുമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, മറക്കരുത്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവപുത്രൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ വിളിച്ച് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം കൂടെ പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഈ വിഷയം അവസാനിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവം ഇടപെടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശദീകരിക്കാൻ സമയമില്ല. 1, കർത്താവ് നേരിട്ട് ദൈവസഭയിൽ ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എഫേസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാ പറയുന്നേ: നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ബാക്കിയൊന്ന് പറയാമോ? നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? നീക്കിക്കളയും. ആക്കാനും നീക്കാനും ദൈവത്തിന് അധികാരമുണ്ടെന്നേ. ദൈവത്തിന് ഇടപെടാൻ കഴിയും. നമ്മൾക്ക് അനേക കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഒരുപക്ഷെങ്കിൽ ആത്മീകമെന്ന് പറയുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചേക്കാം പ്രിയമുള്ളവരെ. പക്ഷെങ്കിൽ ആദ്യ സ്നേഹം വിട്ടിട്ടാണോ? എന്താ ഈ ആദ്യ സ്നേഹം? പഴയ കാലത്ത് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചേ അല്ല ഇവിടെ പറയുന്നത്. എന്നെ നിങ്ങൾ സ്നേഹിച്ച സ്നേഹം പൗലോസ് എഫേസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്: കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്ന ഏവരും. എഫേസോസിലെ വിശ്വാസികൾ അങ്ങനെയായിരുന്നു, കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്നവരായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവർ കർത്താവിനെ വിട്ടു. അവർ കർത്താവിനോടുള്ള സ്നേഹം വിട്ടു. അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ കർത്താവ് പറയുകയാണ്, പൗലോസ് എഴുതി എഫേസി ലേഖനം പോരാ, അവരുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ട് ദൈവം അവരോട് നേരിട്ടിടപെടുകയാണ്. ചില വർഷങ്ങൾക്ക് ശേഷം ആ ന്യായവിധി എഫേസോസ് സഭയുടെ മേൽ നിറവേറി എന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചെയ്തികൾ ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. തൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിലയിൽ നിന്ന് സഭയെ നീക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ഇടപെടാതിരിക്കുന്ന ഒരു കാലത്തിലേക്ക് വരും. ഓരോ സഭയോടുള്ള ബന്ധത്തിലും ദൈവം അരുളി ചെയ്യുകയാണ്: ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതൊരാഹ്വാനമാണ് പ്രിയമുള്ളവരെ. മാനസാന്തരത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. കർത്താവിന് ചെയ്യാൻ പറ്റിയ ന്യായവിധിയുടെ ഏറ്റവും അങ്ങേ തലക്കൽ നിൽക്കുന്ന ഒരു വാചകമാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത്. പ്രിയമുള്ളവരെ,
നാം അതനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ഇടപെട്ടേ മതിയാകുകയുള്ളൂ. ദൈവം ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2, കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ദൈവം മനുഷ്യരോട് ഇടപെടും. സെർഗിയോസ് പൗലോസിൻ്റെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ച ഒരു എലിമാസ് ഉണ്ടല്ലോ. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ ന്യായവിധി അവൻ്റെ മേൽ ഇറങ്ങിയത് നമുക്ക് വായിക്കാൻ കഴിയുന്നില്ലേ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ. അങ്ങനെ എത്രയോ വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞാൽ ഹേരോദാവ് കൃമിക്കരയായി പ്രാണനെ വിട്ടു എന്ന് വായിക്കുന്നുണ്ട്. സാധാരണ നേരെ തിരിഞ്ഞല്ലേ, മരിച്ചിട്ടല്ലേ കൃമിക്കരയാകുന്നേ. പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ കൃമിക്കരയായി പ്രാണനെ വിടും. ഒന്നാലോചിച്ചേ, ദൈവം എങ്ങനെയാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ലോകത്തോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 3, സ്ഥലം സഭയിലൂടെ ദൈവം, സ്ഥലം സഭയിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ഇന്ന് 2 തലങ്ങളിലൂടെ അത് മുന്നോട്ട് പോവുകയാണ്. സ്ഥലം സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അനുസരിക്കുവാൻ നമുക്ക് മനസ്സില്ല. 2ാമത്തെ തലം ദൈവത്തിൻ്റെ ശിക്ഷാവിധി, ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ അറിയിക്കത്തക്ക നിലയിൽ യോഗ്യതയില്ലാത്ത അധ്യക്ഷരംഗത്തിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ. പ്രിയമുള്ളവരെ, കർത്താവ് ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആ ഇടപെടലുകൾ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ഗ്രഹിച്ചുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ ജീവിപ്പാൻ കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.